ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്നിട്ട് ഈ മിടുക്കന്മാരായ കുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് കേരളപുരത്തുള്ള ഒരു തട്ടുകടയുടെ മുമ്പിലാണ്. തട്ടുകട കാണാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഈ തട്ടുകടയുടെ പേര് വേറൊന്നുമല്ല, ഗുലാൻ എന്നാണ് ഈ തട്ടുകടയുടെ പേര്. ഗുലാൻ തട്ടുകട. മസാല ദോശ, പാൽക്കപ്പ ബീഫ്, പുട്ട്, ചിക്കൻ മപ്പാസ്, ഇടിയപ്പം, ചിക്കൻ ചില്ലി, ബ്രെഡ്, ബീഫ് സ്റ്റൂ, ബീഫ് മുളകിട്ടത്, ചിക്കൻ മുളകിട്ടത്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇത്രയും ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളപുരത്ത് എഴുത്താണിക്കടയെന്ന് പറയുന്ന ആ കടയുടെ അടുത്തുനിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ വലത് സൈഡിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തുനിന്ന് വരുവാണെങ്കിൽ ഇടത് സൈഡിലായിട്ടാണ്. അപ്പം നമ്മൾ നേരെ കടയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു ഓർഡർ കൊടുത്തത് ഒരു പ്ലെയിൻ ദോശയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ ഷെഫ് പയ്യൻ നല്ല സൂപ്പർ ഒരു കിഡിലൊരു പ്ലെയിൻ ദോശ പണിഞ്ഞിട്ടുണ്ട്. അത് നമുക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ കട നടത്തുന്നത് നമ്മുടെ 4 ചുണക്കുട്ടന്മാർ ചേർന്നിട്ടാണ്. 4 ആൺപിള്ളേർ ചേർന്ന് അവർ പാർട്ട്ണർഷിപ്പിലാണ് ഈ കട നടത്തുന്നത്. അപ്പോൾ അതിലൊരാൾ തന്നെയാണ് കേട്ടോ ഈ ഷെഫ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല അടിപൊളി ഒരു പ്ലെയിൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. ഓംലെറ്റ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ മുളകിട്ടത്, പിന്നെ ഇതാണ് ചിക്കൻ മുളകിട്ടത് കേട്ടോ. പിന്നെ ചിക്കൻ കറി, പിന്നെ ബീഫ് കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതേണ്ട ചിക്കൻ കറി ഇതാണ്. പിന്നെ ബീഫ് കറി ഉണ്ട്, ചിക്കൻ മുളകിട്ടതുണ്ട്. അപ്പം നമ്മൾ ഒരു ചിക്കൻ മുളകിട്ടതും ഒരു ബീഫ്, എന്താണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, ബീഫ് ചില്ലിക്കുമാണ് ഓർഡർ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മണം തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ടേബിളിലെത്തിയപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് കരുതി. ഇതേണ്ട കണ്ടോ, ഒന്നുമില്ലെങ്കിൽ, അതായത് ഒരു സ്പെഷ്യൽ ഓർഡർ ചെയ്തില്ലെങ്കിൽ പോലും ഒരാൾക്ക് വന്നാൽ കഴിക്കാനായിട്ട് ഇവിടെ സാമ്പാറും ചമ്മന്തിയും മീൻകറിയും ഉണ്ട്. അപ്പം ഞങ്ങളുടെ അണ്ണൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പം ചായ തരുന്ന സൈസുള്ള ഗ്ലാസ്, ആ ഗ്ലാസ്സാണ് അണ്ണൻ ഇഷ്ടപ്പെട്ടത്. അത് കണ്ട ഉടനെ അണ്ണൻ അതിനകത്തോട്ട് വെള്ളം ഒക്കെ പകർന്ന് സെറ്റാക്കി വെച്ചു. അപ്പം നമ്മുടെ ഫുഡുമായിട്ട് ആളെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വന്നത് നല്ല ആവി പാറുന്ന ബീഫ് ചില്ലിയും ചിക്കൻ മുളകിട്ടതുമാണ്. നല്ല ചൂട് പാറുന്ന ബീഫ് ചില്ലി. അപ്പം ഇതിൻ്റെ സൗണ്ട് നമ്മൾ അവിടുന്ന് തന്നെ കൊടുത്തിരുന്നു, പക്ഷേ അത് നമുക്ക് ഇടാൻ പറ്റിയില്ല. കാരണം അവിടെ നല്ല സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു മ്യൂസിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മ്യൂസിക് നമുക്കൊരു പ്രശ്നമാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമുക്കിതിൻ്റെ സൗണ്ട് മാറ്റിയിട്ട് വേറെ സൗണ്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പം പറയാതിരിക്കുക, ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ചിക്കൻ മുളകിട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത്രയും കൈപ്പുണ്യമുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. പൊക്കി പറയുന്നതല്ല, ഞാൻ നല്ലൊരു ഫുഡി ടൈപ്പ് ആളാണ്. അപ്പം എനിക്ക് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ തരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആൾക്കാരെ തിരക്കി പിടിച്ച് അഭിനന്ദിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ഫുഡ് തന്ന ആ പയ്യന് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നേരിട്ടൊന്ന് കണ്ട് അഭിനന്ദിച്ചതിന് ശേഷമേ ഞാൻ പോകത്തുള്ളൂ. കാരണം അത്ര ടേസ്റ്റി ഫുഡാണ്. നമ്മൾ പൈസ കൊടുത്താൽ അതിനകത്ത് യാതൊരുവിധ നഷ്ടവും വരത്തില്ല. അണ്ണനും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കറിയൊക്കെ കണ്ട ഉടനെ എണ്ണം വാരി തിന്നിട്ട് ദേഹത്തൊക്കെ പറ്റിച്ച് കേട്ടോ. അണ്ണനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും അണ്ണനും അങ്ങനെ എല്ലാ ഫുഡും എല്ലാ കടകളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. നമ്മൾ നല്ല ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് സാധാരണ ദോശയും പ്ലെയിൻ ദോശയും ഒക്കെ വാങ്ങിച്ചു. അപ്പം എല്ലാം ഒന്നിനൊന്നും വെച്ച് നമ്മൾ കഴിച്ച ഒരു ദോശയ്ക്കാണെങ്കിൽ പോലും ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിനൊക്കെ ആയിരിക്കും ചിലപ്പം കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത്, അല്ലേ നളപാചകം എന്നൊക്കെ പറയുന്നത്. ആൺകുട്ടികളൊക്കെ ഇത്ര നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് വെച്ചാൽ സമ്മതിച്ചേ പറ്റൂ. കട നിറച്ച ആളായിരുന്നു കേട്ടോ. ഇവരിപ്പോൾ ഈ കട തുടങ്ങിയിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, പക്ഷേ കട നിറച്ച ആളായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ ഈ കടയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ഈ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് വന്നത്. കാരണം നമ്മൾ കഴിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. പിന്നീട് നമ്മൾ ഓരോ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു.
അത്ര നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതുപോലെ തന്നെ അവിടെ പറയേണ്ടുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടുത്തെ പിള്ളേർ. അവന്മാർ 4 പയ്യന്മാർ ചേർന്ന് നടത്തുന്ന കടയാണ്. അവന്മാരുടെ കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ല, ഒരു ഈഗോയും ഇല്ലാതെ, മുതലാളിന്നോ തൊഴിലാളിന്നോ അങ്ങനെ ഒന്നുമില്ലാതെ അവന്മാർ 4 പേരും ഒരൊറ്റ മനസ്സോടും ഒരൊറ്റ ശരീരം പോലെ നിന്ന് നല്ല വൃത്തിയായിട്ടാണ് അവിടുത്തെ കസ്റ്റമർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ആയാലും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഇത് പെപ്പർ ചിക്കൻ, അവിടെ പച്ച കുരുമുളക് ഒക്കെ അരച്ച് ചേർത്ത് ക്യാപ്സിക്കം കുറച്ച് സ്ലൈസ് ചെയ്തൊക്കെ ചേർത്ത് നമ്മുടെ ചിക്കൻ കുറച്ച് വരട്ടി എടുക്കുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് പെപ്പറായിട്ട് ഇച്ചിരി കുരുമുളകിന്റെ എരിവൊക്കെ വെച്ച് അത്യാവശ്യം ഉണ്ട്. വെറൈറ്റി ആണല്ലേ? ഇതാണോ ഇവിടുത്തെ സ്പെഷ്യല്? അല്ല, സ്പെഷ്യല് മുളകിട്ടത്. മുളകിട്ടത് പെപ്പർ ചിക്കൻ ഉള്ളിടത്ത് എല്ലായിടത്തും കിട്ടും, അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഈ മുളകിട്ടതൊക്കെയാണ് റെയർ ആയിട്ട് കിട്ടാറുള്ളത്. അത്യാവശ്യം നല്ല വരട്ടി എടുത്ത് ചിക്കൻ വരട്ടിയതെന്നും പറയും. അതില് ക്യാപ്സിക്കം ഇട്ട് പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് ചെയ്യുന്നതായിട്ട് എല്ലാം ഇങ്ങനെ അന്നേരം ഫ്രഷ് ആയിട്ട് ചൂടാക്കി. മോനെ ഇവിടുത്തെ ഷെഫ് അല്ലേ? മോനെ ഞാൻ ഫുഡ് കഴിച്ചു, സൂപ്പർ ടേസ്റ്റ് ആണ്. എനിക്ക് വെറും 2 ഐറ്റം മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങളത്. ചിക്കൻ മുളകിട്ടതും ബീഫ് ചില്ലി അതും പിന്നെ നെയ് റോസ്റ്റും ആണ് കഴിച്ചത്. പൊറോട്ടയും കഴിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഇവിടെ? ഒരുപാട് സാധനങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ. ഇന്ന് കുറച്ച് ഐറ്റംസ് കുറവായിരുന്നു, കാരണം നമ്മള് പേഴ്സണലി കുറച്ച് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഐറ്റംസ് ഇച്ചിരി കുറച്ചാണ്. ഇത് നമ്മള് ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെയിലി ഉള്ള വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതൊക്കെ മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോലും കിട്ടാത്ത വേറൊരു രീതിയിലുള്ള ഒരു കളറിൽ ഉള്ളൊരു മസാല ദോശയാണ് നമ്മുടെ ഉള്ളത്. പിന്നെ ഈ പാൽക്കപ്പ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ നല്ല പിഴിഞ്ഞെടുത്ത് 1-ാം പാലിൽ തന്നെ ചെയ്യുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. പാൽക്കപ്പയുടെ കൂടെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് ബീഫ് വരട്ടിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന പൈനാപ്പിൾ പുട്ടാണ് കൊടുക്കുന്നത്. പൈനാപ്പിൾ പുട്ടും ചിക്കൻ മപ്പാസും അതിന്റെ കൂടെ. പിന്നെ ഇടിയപ്പം എല്ലാം നമ്മൾ വീട്ടിൽ ഫ്രഷ് ആക്കി ഉണ്ടാക്കി ഇടിയപ്പവും ചില്ലി ചിക്കനും ഇടിയപ്പവും കോമ്പിനേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജയ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയായിരുന്നു. അതിലൂടെയാണ് ഇടിയപ്പവും ചില്ലി ചിക്കനും ഒരു കോമ്പിനേഷൻ ആയി വന്നത്. പഴംപൊരിയും ബീഫും പോലെ ഇടിയപ്പവും ചില്ലി ചിക്കനും അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നത്. പിന്നെ അത് കണക്ക് തന്നെ ഈ ബ്രെഡ് സ്റ്റൂ ആണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കാരണം ഈ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ തന്നെ തേങ്ങാപ്പാല് മാത്രമേ അതിൽ ചേർക്കാറുള്ളൂ, വേറെ ഒരു മസാലകളും അതിൽ ചേർക്കാറില്ല. അത് ഈ ബ്രെഡിന്റെ ഈ ആവിയിലിട്ട് പുഴുങ്ങിയ ബ്രെഡിനകത്ത് ഇത് ഞാൻ മേളിൽ ഒഴിക്കും. അപ്പൊ ഇത് കുതിർന്ന് കിടക്കും. അത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ്. അതിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. നമുക്ക് ഇന്ന് അതെല്ലാം മിസ് ചെയ്ത് ഇത് ഇന്ന് ഞങ്ങൾ കുറച്ച് പേഴ്സണലി കുറച്ച് ഇതായോണ്ട് ഐറ്റംസ് കുറച്ചാണ്. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു ദിവസം നമ്മൾ വീണ്ടും വരും. കാരണം എല്ലാ ദിവസവും ഉണ്ട്, ഇന്ന് കുറച്ച് കുറഞ്ഞതാന്നേ ഉള്ളൂ. ഇന്നൊരു ദിവസം ഇല്ല, നമ്മള് ലക്കില്ല, നമുക്ക് ലക്കില്ല. പിന്നെ ഇതനക്ക് തന്നെ ബീഫ് മുളകിട്ട് ചിക്കൻ മുളകിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പക്ഷെ അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചു. നമ്മള് ഉണ്ടമുളകാണ് ചേർക്കുന്നത്. ഉണ്ടമുളക് അരച്ച് ചേർക്കും. പിന്നെ ബാക്കി മസാലകളുടെ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ്. പിന്നെ ഈ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടമുളക് അരച്ച് തന്നെ ഇടുന്ന നമ്മളൊരു വെറൈറ്റി ലെഗ് പീസ്, അതിൽ പപ്പടം, നമ്മൾ 65-ന്റെ ഒരു മസാലയൊക്കെയാണ് അതിൽ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ഗുലാൻ തട്ടുകടയിലെ മെയിൻ ഐറ്റം. ഗുലാൻ തട്ടുകട. ഈ പേരിന്റെ രഹസ്യം എന്തുവാ? പേര് ഒരുപാട് പേരുകൾ ഇങ്ങനെ നോക്കിയായിരുന്നു. നമ്മുടെ ഗുലാൻ, നമ്മുടെ ടീഷർട്ടിൽ തന്നെ ഗുലാൻ. നിങ്ങളുടെ ടീഷർട്ടിൽ ഗുലാൻ. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ടീഷർട്ട് ഗുലാൻ, നിങ്ങളുടെ ടീമിനെല്ലാം ഗുലാൻ. നമ്മളെ ഒരു ചീട്ടിന്റെ സ്റ്റൈലിലാണ് നമ്മളെല്ലാം അടിച്ചേക്കുന്നത്. ജോക്കർ, സ്പേഡ്, അങ്ങനെ ക്ലാവർ, ഡയമണ്ട്, ഇങ്ങനെ ഓരോ സിഗ്നലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചീട്ട് സ്റ്റൈലിലാണ് ഇത് അടിച്ചേക്കുന്നത്. ഇതെല്ലാം ഓരോ ചീട്ടുമായിട്ട് എല്ലാ ചീട്ട് കളിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സിഗ്നല് കാര്യങ്ങളെയും നമ്മളെല്ലാം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടതാണ്. നമ്മൾ ഒരു ദിവസം ഇതണക്ക് ചീട്ട് കളിക്കാൻ നേരത്താണ് നമുക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അപ്പം ഈ പേര് തന്നെ സെലക്ട് ചെയ്തു. ഈ പേര് ഒരു ബ്രാൻഡ് ആക്കി എടുക്കണം ഗുലാൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ എത്ര പേരാ? ഞങ്ങളിപ്പോ 4 പേരാണ് ചേർന്ന് ചെയ്യുന്നത്. ഒരാൾ ഇന്ന് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ കൊണ്ടാണ് ഫുഡ് ഇച്ചിരി ഐറ്റംസ് കുറച്ചത്. അപ്പോഴത്തേക്ക് എല്ലാം മാനേജ് ചെയ്യണ്ടേ.
അതുകൊണ്ടാണ് ഐറ്റം കുറച്ച്. മോനും വർഷങ്ങളായിട്ടൊക്കെ ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണെന്ന് തോന്നുന്നു. നല്ല അത്ര ടേസ്റ്റി ഫുഡായിരുന്നു. ഞാന് ഹോട്ടൽ മാനേജർ കഴിഞ്ഞ് ഒരു 8-9 കൊല്ലമായി. ഇപ്പം ഇത് തന്നെ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലൊരു 1 year വർക്ക് ചെയ്തു. എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഒരു ഐഡിയ തോന്നി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, അതൊരു ക്ലിക്കാക്കി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ച് വളർന്നതാണ്. അപ്പം ഞാൻ അവനുമായിട്ട് സംസാരിച്ച് അവനും ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ മൈൻഡ് ഒരേ കണക്കായതുകൊണ്ട് പിന്നെ അധികം ഇതൊന്നും അവന് വന്നില്ല. അപ്പോഴേ ഫിക്സ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഇതിൽ നിന്ന് ഒന്നേന്ന് കയറി പോകണമെന്നാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ യുവതലമുറയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാന്ന് പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെനക്ക് ഏരിയ സപ്പോർട്ട്. നമ്മളിപ്പോ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കടയാണ് തുടങ്ങിയത്. അപ്പം നമ്മളെ ഹോട്ടലിനെ അടപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഹോട്ടലുകളെല്ലാം ശ്രമിക്കും. പക്ഷെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുതൊന്നുമില്ല. നമ്മൾ ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് എല്ലാവരും അറിയിക്കണം. നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് അറിഞ്ഞ് നിങ്ങളിലേക്ക് ആൾക്കാർ എത്തും. കാരണം ഞാൻ ഇന്ന് യാദൃച്ഛിയാൽ നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ 4 സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾ 4 ചെറുപ്പക്കാരായിട്ടുള്ള ചെറുക്കന്മാരെ കണ്ടപ്പോൾ ഞാൻ അത്രയും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നിങ്ങളുടെ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം നോ രക്ഷ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫുഡ് തിരക്കി ആൾക്കാർ വരും, അത് ഉറപ്പാണ്. നിങ്ങളെ തിരക്കി ആൾക്കാർ വരും. നിങ്ങളുടെ ഫുഡിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലം വരും, അത് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് നിങ്ങളുടെ ഫുഡ്. അപ്പോൾ ഓക്കെ മോനെ, താങ്ക് യു. കൂട്ടുകാരെ, ഞാനും അണ്ണനും മാത്രമല്ല കേട്ടോ ഫുഡ് കഴിച്ചത്. പിള്ളേർക്കുള്ളത് നമ്മൾ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിള്ളേർക്കുള്ളത് പാഴ്സൽ ചെയ്ത് നേരത്തെ വാങ്ങിയതാണ് ആ പെപ്പർ ചിക്കൻ നിങ്ങൾ കണ്ടത്. അപ്പം ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഈ യുവതലമുറയിലെ ഈ ചെറുപ്പക്കാരന്മാരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവരെ വളർന്നു വരുന്നതിന് വേണ്ടി സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇവരെ എത്തിക്കണം.